ഇന്ന് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്നത് രാഷ്ട്രീയത്തിൽ സുപ്രധാനമായിരുന്ന ഒരു ചർച്ചയാണ്. മറ്റൊന്നുമല്ല, കേരള ബാങ്ക് പിരിച്ചുവിട്ട് ജില്ലാ ബാങ്കുകളെ പുനഃസ്ഥാപിക്കാനുള്ള നീക്കം സർക്കാർ സജീവമായി പരിഗണിക്കുന്നു എന്നാണ് സൂചന. രാഷ്ട്രീയമായി വലിയ എതിർപ്പുകൾ ഉയർത്തിയതാണ് നേരത്തെ UDF കേരള ബാങ്ക് രൂപീകരണത്തിനെതിരെ. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് 13 ജില്ലാ ബാങ്കുകളെ കോർത്തിണക്കിക്കൊണ്ടാണ് കേരള ബാങ്ക് എന്ന തരത്തിലേക്ക് അന്നത്തെ സർക്കാർ പോയത്. 2019 ഈ രൂപീകരണം നടന്നത്. പക്ഷേ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് UDF വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേരള ബാങ്ക് മാറ്റുമോ, ജില്ലാ ബാങ്കുകൾ തിരികെ വരുമോ? ഈ ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ ജില്ലാ ബാങ്ക് സംവിധാനം തന്നെ നിലവിലുണ്ട്. മുസ്ലിം ലീഗാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ മാതൃകയിൽ ജില്ലാ ബാങ്കുകളിലേക്ക് പിന്നോട്ട് പോകണം. അതിന് ചില കാരണങ്ങൾ UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ചെറുതല്ല. കാരണം കേരള ബാങ്ക് ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, കേരള ബാങ്ക് തന്നെ പിടിച്ചെടുക്കാൻ UDF നീക്കം നടത്തുന്നു എന്ന മറ്റൊരു ആക്ഷേപം മറുവശത്തുമുണ്ട്. എന്താണ് ഈ നീക്കങ്ങൾ? നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. കേരള ബാങ്ക് രൂപീകരണത്തെ രാഷ്ട്രീയമായി എതിർത്തെങ്കിലും ഇതിനെ മറികടന്നുകൊണ്ടാണ് ആദ്യ പിണറായി സർക്കാർ 13 ബാങ്കുകളെ, ജില്ലാ ബാങ്കുകളെ ഏകോപിപ്പിച്ച് കേരള ബാങ്കായി രൂപീകരിച്ചത്. എതിർപ്പുയർത്തിയ മലപ്പുറം ജില്ലാ ബാങ്ക് ഇപ്പോഴും പൂർണ്ണമായി കേരള ബാങ്കിൻ്റെ ഭാഗമായിട്ടില്ല. കേരള ബാങ്ക് രൂപീകരണ കാലത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, സഹകരണ മേഖലയിലെ പ്രതിസന്ധി കാലത്ത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഒരു സഹായവും നൽകാൻ കേരള ബാങ്കിന് കഴിഞ്ഞിട്ടില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. സഹകരണ മന്ത്രി M. ലിജു കേരള ബാങ്ക് പിരിച്ചുവിടാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിയിട്ടുമില്ല. അതുകൊണ്ടുകൂടിയാണ് രാഷ്ട്രീയ രംഗത്ത് ഈ ചർച്ചകൾ സജീവമാവുന്നതിൻ്റെ കാരണവും. ഇന്ത്യയിലാകമാനം റിസർവ് ബാങ്ക് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം നമ്മൾ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ജില്ലാ സഹകരണ ബാങ്കുകളില്ലാതെ ഒരു അപ്പെക്സ് ബോഡി മാത്രമുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിലാണ്, വലിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ വിമർശനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീണ്ടും ജില്ലാ സഹകരണ ബാങ്കുകൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നയപരമായ ഒരു തീരുമാനവും ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പഠനത്തിലും കാര്യത്തിനും ശേഷം മാത്രമേ, അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് കേരള ബാങ്ക് നാളെ വെട്ടിമുറിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് പറയുന്നതും ശരിയായൊരു കാര്യമല്ല. ഏത് തീരുമാനവും അവധാനതയോടുകൂടി കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന, സഹകരണ മേഖലയ്ക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ ആ ഒരു കാര്യം റൂൾ ഔട്ട് ചെയ്തുകൊണ്ടല്ലോ പറഞ്ഞത്. റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം നാളെ ചെയ്യുമെന്നല്ല. അതെല്ലാം തന്നെ ഏത് തീരുമാനത്തെക്കുറിച്ചും വളരെ അവധാനതയോടുകൂടി മാത്രമേ, കൃത്യമായി പഠിച്ചും അതുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരം തീരുമാനങ്ങൾ സ്വീകരിക്കാൻ സാധ്യമേ. നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ഇപ്പോഴും ആശയപരമായി തന്നെ UDF അത് പ്രകടിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ഇതാണ് മന്ത്രി M. ലിജുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം ആ സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷേ വെല്ലുവിളികൾ ചെറുതല്ല. കാരണം റിസർവ് ബാങ്കിൻ്റെ അടക്കം അനുമതി വാങ്ങിക്കൊണ്ടാണ് കേരള ബാങ്ക് രൂപീകരിച്ചത്. ഈ ഘട്ടത്തിൽ തിരികെ പോകുന്നതിന് വെല്ലുവിളികളുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായൊരു പരിശോധന ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടിയാണ് അദ്ദേഹം വെക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്ക് നോക്കാം. CPM വലിയ രീതിയിലാണ് കേരള ബാങ്കിന് വേണ്ടി രംഗത്ത് വന്നത്. പക്ഷേ വലിയ എതിർപ്പുകൾ അന്നത്തെ UDF ഉയർത്തി. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ട്, അതൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു അന്നത്തെ സർക്കാർ ആ രൂപീകരണം സാധ്യമാക്കിയത്. പക്ഷേ ഇപ്പോൾ നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കപ്പെടുന്നത് CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കണ്ണൂരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ TK ഗോവിന്ദൻ MLA ആണ്. കേരള ബാങ്കിൻ്റെ ശക്തരായ വക്താക്കളായ മുൻ CPM നേതാക്കളടക്കം ഇപ്പോൾ ബാങ്ക് രൂപീകരണത്തെ തള്ളിപ്പറയുന്നത് രാഷ്ട്രീയമായി UDFന് നേട്ടമാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. TK ഗോവിന്ദൻ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കേരള ബാങ്ക് പ്രൈമറി ബാങ്കുകൾക്കോ സാധാരണ കൃഷിക്കാർക്കോ പ്രയോജനം ചെയ്യുന്ന ഒന്നല്ല. അത് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് കേരള ബാങ്ക് പഴയ രീതിയിലേക്ക് മാറണം, ജില്ലാ ബാങ്കുകളായി മാറണം എന്ന് ഞാൻ പറയാൻ കാരണം. ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നപ്പോൾ അതിനൊരു ഭരണസമിതിയുണ്ട്, ഒരു ജനാധിപത്യ രീതിയുണ്ട്, ആർക്കും പരാതിപ്പെടാനോ പരാതി പറയാനോ ഉള്ള അവസരമുണ്ട്. അതൊക്കെ ഈ ജില്ലാ ബാങ്കിനുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ആശ്വാസം ജില്ലാ ബാങ്കുണ്ട്. ഒരുപാട് സഹായം, സാമ്പത്തിക പ്രയാസം നേരിടുന്നവർക്ക് ജില്ലാ ബാങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പഴയ ജില്ലാ ബാങ്കാണ് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുക. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാനത് നിയമസഭയിൽ പ്രസംഗിക്കുന്ന അവസരവും ഈ ആവശ്യം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യത്തിൽ ഇന്നും ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. കാരണം ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്.
നമ്മൾ കേട്ടത് കണ്ണൂരിൽ നിന്നുള്ള മുൻ CPM-ന്റെ ഒരു ശക്തനായ നേതാവിൻ്റെ ഇപ്പോഴത്തെ വാക്കുകളാണ്. അതായത് കേരള ബാങ്ക് എന്ന ആവശ്യം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പല കാരണങ്ങളുണ്ട്. ആദ്യം മുതൽ കേരള ബാങ്കിനെ എതിർത്ത മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലാ ബാങ്ക് സ്വതന്ത്രമായ നിലപാടിൽ ഇപ്പോഴും തുടരുകയാണ്. ഇത് സംബന്ധിച്ച കേസുകളുണ്ട്. അതിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്തായാലും ഈ കേസിലെ തീർപ്പും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടിരിക്കും. സർക്കാർ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നതാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വത്തിൻ്റെ ഇത് സംബന്ധിച്ച പ്രതികരണം. ഹമീദ് ബാസിയുടെ വാക്കുകൾ കേൾക്കാം. ഇപ്പോൾ കേരള ബാങ്ക് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ 2 ടയർ സിസ്റ്റമാണ്. നേരത്തെ 3 ടയർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ അതിൻ്റെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കാൻ പറ്റും. മുസ്ലിം ലീഗ് കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടത് വന്നപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കിൽ ലയിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ടും കോടതി വിധിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള ബാങ്കിൻ്റെ ഭാഗമായിരിക്കുന്നത് പിന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ കേസിൻ്റെ അന്തിമ വിധിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അത് വരുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം ഇക്കാര്യത്തിൽ ഈ പിന്നെ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസ് തീരുമാനമാകുന്നതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞങ്ങൾ റീച്ചില്ല. റിസർവ് ബാങ്കിൻ്റെ അടക്കമുള്ള അംഗീകാരം എന്ന സങ്കീർണമായ നിരവധി നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു കേരള ബാങ്ക് രൂപീകരണത്തിന്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണെന്ന് കേരള ബാങ്ക് രൂപീകരിച്ചത്. അന്ന് സഹകരണ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹമൊക്കെ അന്ന് ആ കാലങ്ങളിലെടുത്ത നിലപാടുകളൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും ബാങ്ക് പിരിച്ചു വിടണമെങ്കിലും റിസർവ് ബാങ്ക് അനുമതി അടക്കമുള്ള സങ്കീർണമായ മറ്റ് അവശേഷിപ്പുകൾ ഇനിയും നടപടിക്രമങ്ങൾ ഇനിയും സർക്കാരിന് മുന്നിലുണ്ട്. ഈ വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് പുതിയ സർക്കാർ ഇതിന് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അത് ഉയർത്തുന്ന നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങളും വെല്ലുവിളികളുമുണ്ട്, നിരവധി വിഷയങ്ങളുണ്ട്. നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, സംസ്ഥാനത്ത് നിലവിലുള്ള കേരള ബാങ്ക് ഭരണസമിതിയെ തന്നെ കൈപ്പിടിയിൽ ഒരുക്കാൻ UDF ശ്രമിക്കുന്നു. അതിന് തയ്യാറെടുക്കണം എന്ന CPM-ന്റെ നിർദ്ദേശം പോയി കഴിഞ്ഞു. ഇതിനിടയിലാണ് കേരള ബാങ്ക് സംവിധാനം പുനഃപരിശോധിക്കുമോ ജില്ലാ ബാങ്ക് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എന്താണ്? ഒപ്പം അത്ര എളുപ്പമല്ലല്ലോ റിസർവ് ബാങ്കിൻ്റെ അടക്കം അനുമതി വാങ്ങിക്കൊണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് കേരള ബാങ്ക്. അത് തിരികെ പോവുക എന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയമായ നിലപാടുകൾ തന്നെ ഏറ്റവും പ്രധാനം. കേരള ബാങ്ക് രൂപീകരിക്കണമെന്നത് ഇടതുമുന്നണിയുടെ CPM-ന്റെ രാഷ്ട്രീയ നിലപാടായിരുന്നു. വലിയ കടമ്പകൾ അതിനുണ്ടായിരുന്നു. അത് നിയമപരമായും സാങ്കേതികമായും രാഷ്ട്രീയമായുമുള്ള കടമ്പകൾ. അതെല്ലാം പൂർത്തിയാക്കിയാണ് കേരള ബാങ്ക് എന്നത് LDF യാഥാർത്ഥ്യമാക്കിയത്. അത് വലിയ ഭരണനേട്ടമായി അവർ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ CPM-നൊപ്പം ഉണ്ടായ നേതാക്കളൊക്കെ ഇപ്പോൾ തള്ളിപ്പറയുന്നുവെങ്കിലും CPM വലിയ ഒരു ഭരണനേട്ടമായി തന്നെയാണ് കേരള ബാങ്ക് രൂപീകരണത്തെ ഇപ്പോഴും കാണുന്നത്. ആ ഒരു ഇതിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് തിരിച്ച് പഴയ രീതിയിലേക്ക് പുനഃസംഘടിപ്പിക്കാൻ, ജില്ലാ ബാങ്കുകൾ എന്ന രീതിയിലേക്ക് പുനഃസംഘടിപ്പിക്കാൻ ആലോചിക്കുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനവും അതുതന്നെയാണ്, UDF-ന്റെ തീരുമാനം അതുതന്നെയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുമൊക്കെ നമുക്കറിയാം മലപ്പുറത്ത് ലീഗ് അടക്കം വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്തിരുന്നു. മറ്റ് ജില്ലകളെല്ലാം ലയിക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ മലപ്പുറം ഘടകം അതിനെതിരായി ശക്തമായ നിലപാടെടുത്ത് നിയമ നടപടി ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും 13 ജില്ലാ ബാങ്കുകളുമായാണ് പിന്നീട് കേരള ബാങ്ക് രൂപീകരിച്ചത്. അത് തിരിച്ച് ജില്ലാ ബാങ്കുകളിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് CPM മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ 24-ാം തീയതി എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും ഒരു കത്ത് നൽകിയ കത്തിൽ പറയുന്നത് കേരള ബാങ്കിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് പുറമെയുള്ള സംഘങ്ങൾക്ക് ഇപ്പോൾ C ക്ലാസ് മെമ്പർഷിപ്പാണുള്ളത്. UDF സർക്കാർ ഭരണത്തിലെത്തിയതോടെ C ക്ലാസ് അംഗങ്ങളെ വോട്ടവകാശമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരാൻ നീക്കം നടത്തുന്നുണ്ട്. കേരള ബാങ്ക് C ക്ലാസ് അംഗങ്ങളായ സഹകരണ സംഘങ്ങളുടെ ലിസ്റ്റ് ഇതിനൊന്നിച്ച് അയക്കുന്നുണ്ട്. ഈ ലിസ്റ്റ് പ്രകാരമുള്ള സംഘങ്ങൾ നമുക്കൊപ്പമുള്ളതാണോ, നമ്മൾ ഭരിക്കുന്നതാണോ എന്നും നമ്മുടേതല്ലാത്ത സംഘങ്ങളെ നമുക്ക് അനുകൂലമാക്കാൻ കഴിയുന്നതാണോ എന്നും പരിശോധിക്കണം. C ക്ലാസ് മെമ്പർഷിപ്പ് ഇല്ലാത്ത നമ്മുടേതായ മറ്റ് സഹകരണ സംഘങ്ങളെ കൊണ്ട് മെമ്പർഷിപ്പ് എടുപ്പിക്കണം. ഇക്കാര്യത്തിൽ ആവശ്യമായത് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. അതായത് സഹകരണ മേഖല CPM-ന്റെ കരുത്താണ്. നമ്മൾ എപ്പോഴും CPM-ന്റെ താഴെത്തട്ടിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവശരായ ദുർബല ജനവിഭാഗം CPM-ന്റെ കരുത്ത് പറയുമ്പോൾ അതുപോലെ തന്നെ CPM-ന്റെ കരുത്താണ് സഹകരണ മേഖല. അവിടെ UDF ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു ആശങ്ക CPM-നുണ്ട്. അതുകൊണ്ടാണ് ഈ C ക്ലാസ് അംഗങ്ങൾക്ക് കൂടി വോട്ടവകാശം നൽകാനുള്ള നീക്കം നടക്കുന്നു കേരള ബാങ്കിൽ. അത് ആദ്യമേ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ പോലും അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളിലേക്ക് CPM മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ
കേരള ബാങ്കുകളുടെ പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. എന്നുണ്ടാകും, എത്ര നാളെടുക്കുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. സഹകരണ മന്ത്രി എം ലിജുവും വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, UDFന്റെ നയം, UDFന്റെ രീതി ഈ ഒരു കേരള ബാങ്ക് എന്നുള്ളതല്ല, ജില്ലാ ബാങ്കുകളിലേക്കുള്ള തിരിച്ചുപോക്കാണ് UDF ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും അത് വൈകാതെ ഉണ്ടാകും. അതിനുള്ള നടപടിക്രമങ്ങൾ, കടമ്പകൾ എങ്ങനെയാണോ കേരള ബാങ്കിലേക്ക് എത്തിയത്, ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമായ കടമ്പകളാകാം തിരികെ പോക്ക്. ഏതായാലും അതിനുള്ള രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു, UDF തുടങ്ങിക്കഴിഞ്ഞു. അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ CPM-ഉം ആരംഭിച്ചിട്ടുണ്ട്. സജിത്ത്, യെസ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പടലപ്പിണക്കത്തിൽ അല്ലെങ്കിൽ ചർച്ചകൾ, വിവാദങ്ങൾ ഒതുക്കേണ്ടതാണോ സംസ്ഥാനത്തിന്റെ സഹകരണ മേഖല എന്നൊരു വിഷയം കൂടിയുണ്ട്. അരുൺ ഒന്ന് തുടരുക, അരുൺ മടങ്ങി വരാം.